السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم. أما بعد. الحمد لله. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു പുറത്തു നൽകുകയും ശേഷിക്കുന്ന ജീവിതം പാപരഹിതമായ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുവാൻ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്. ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പരിശുദ്ധമായ ഖുർആനിനെ നാം ആണ് അവതരിപ്പിച്ചത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിനെ സംരക്ഷിക്കുന്നത് അവന്റെ ഇഷ്ടദാസന്മാരുടെ ഹൃദയങ്ങളെ സെലക്ട് ചെയ്തിട്ടാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെയാണ് അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിനെ സംരക്ഷിക്കുന്നത്. എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ മെമ്മറി കപ്പാസിറ്റി കൂടുതലുള്ള ധാരാളം ആളുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിൽ നിന്നും എല്ലാവരെയും അള്ളാഹു സെലക്ട് ചെയ്യില്ല. അള്ളാഹുവിന് മെമ്മറി കപ്പാസിറ്റി അല്ല ഇതിനാവശ്യം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് അവന്റെ പരിശുദ്ധമായ ഖുർആൻ സംരക്ഷകരായി അള്ളാഹു ഏറ്റെടുക്കുന്നത്. ഖുർആനിന്റെ വക്താക്കൾ അത് അള്ളാഹുവിന്റെ കുടുംബക്കാരാണ്. അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ആ കുടുംബക്കാർ എന്ന് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ ഖുർആനിന്റെ അഹ്ലുകാരാണ്, ഖുർആൻ സൂക്ഷിപ്പുകാരാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ ഇറക്കി തന്നിരിക്കുന്നത് അതുപോലെ തന്നെ പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലാഹു സൂറത്തു മുസ്സമ്മിൽ പറയുന്നുണ്ട്, വറത്തിലിൽ ഖുർആന തർത്തീല. നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ തർത്തീലോടുകൂടി ഓതണം. തർത്തീലോടുകൂടി ഓതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? തർത്തീലോടുകൂടി പരിശുദ്ധമായ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ നമ്മിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങളെ നന്നാക്കിക്കൊണ്ട് ഓതുക, അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കി ഓതുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ശരിയായ രീതിയിലുള്ള പാരായണം പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അത് ചെറിയവർക്ക് മാത്രമേ സാധിക്കൂ, അതല്ലെങ്കിൽ സ്വരമാധുര്യമുള്ളവർക്കേ സാധിക്കൂ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്.
ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമേയല്ല. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് പ്രായം ഒരു തടസ്സമേ അല്ല. അതായത് ചെറിയവർക്കും പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്നെ വലിയവർക്കും സാധിക്കും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണയാണ്, നല്ല സ്വരമാധുര്യമുള്ളവർക്ക് മാത്രമാണ് ഖുർആൻ ശരിയായിട്ട് ഓതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഖുർആൻ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യാൻ സ്വരമാധുര്യത്തിന്റെ ആവശ്യമില്ല. ഖുർആൻ ശരിയായ രൂപത്തിൽ ഓതാൻ ആവശ്യമുള്ളത് തഹ്സീനുൽ അദ, വളരെ നല്ല രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മഖ്റജുകൾ, ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ യഥാസ്ഥാനങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ച് അതിൻ്റെ വിശേഷണങ്ങളോടുകൂടി ഓരോ അക്ഷരങ്ങളും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതെല്ലാവർക്കും സാധിക്കുന്നതാണ്, സ്വരമാധുര്യമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ സ്വരമാധുര്യത്തോടു കൂടി നല്ല സുന്ദരമായിട്ട് ഓതുക എന്ന് പറയുന്നത് അത് വളരെ വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഖുർആൻ പഠിക്കുന്നതിന് സ്വരമാധുര്യം ഒരു മാനദണ്ഡമേ അല്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഖുർആൻ ഖുറൈശി ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുന്ന, ആഗ്രഹിച്ചു വന്നിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഖുറൈശി ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമാക്കുന്നത്, അൽഹംദുലില്ലാ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ധാരാളം കാര്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട് ഏകദേശം 4-5 വർഷമായിട്ട്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ തജ്വീദ് എല്ലാവർക്കും നല്ല രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതായത് അതിലൂടെ ഖുർആൻ ഷരീഫ് പാരായണം തെറ്റില്ലാതെ എല്ലാവരും ഓതുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ ധാരാളം നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളികളായിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ നിന്നും പഠിച്ചുപോയി, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നല്ലൊരു രൂപത്തിൽ തന്നെ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതേപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ, ഖുർആൻ ഷരീഫിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തജ്വീദിന്റെ പഠനങ്ങൾ, അതുപോലെ തഫ്സീർ ക്ലാസ്സുകൾ, മദ്രസ വിഷയങ്ങൾ, ഫിഖ്, അഖീദ പോലുള്ള വിഷയങ്ങളൊക്കെ ചെറിയവർക്കും മുതിർന്നവർക്കൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനുള്ളതിന്റെ കാരണം, ഖുർആൻ ഷരീഫ് പഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഖുറൈശി ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു 20 ദിവസത്തെ തജ്വീദ് പഠന ക്ലാസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ 20 ദിവസത്തെ തജ്വീദ് പഠന ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇനിയൊന്നും തജ്വീദുമായി എനിക്ക് പഠിക്കാനില്ല എന്നല്ല. തജ്വീദിന് വളരെ പ്രധാനപ്പെട്ട, മനസ്സിലാക്കിയിരിക്കേണ്ട നിയമങ്ങൾ പഠിക്കലാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട രീതികളൊക്കെ ഇൻഷാ അല്ലാഹ് തുടർന്ന് പറഞ്ഞു തരും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഈ 20 ദിവസത്തെ തജ്വീദ് പഠന ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടുന്നത് സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും നിയമങ്ങളാണ്. അതുപോലെ സാക്കിനായ മീമിന്റെ നിയമങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും നിയമം. കാരണം നമ്മുടെ ഖുർആൻ പാരായണത്തിൽ വളരെയധികം വീഴ്ച സംഭവിക്കുന്ന ഒരു ഭാഗമാണ് സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും നിയമം. കാരണം സാക്കിനായ നൂനിനെയും തെൻവീനിനെയും വ്യക്തമാക്കേണ്ട സാഹചര്യങ്ങൾ, മറച്ചു മണിക്കേണ്ട സാഹചര്യങ്ങൾ, മറിച്ചു മണിക്കേണ്ട സാഹചര്യങ്ങൾ, കൂട്ടിച്ചേർക്കേണ്ട സാഹചര്യങ്ങൾ, അതും മണിച്ചു കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, മണിക്കാതെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ സരളമായി, വളരെ എളുപ്പത്തിൽ തീരെ അറിയാത്ത ഒരാൾക്ക് ഇതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തജ്വീദ് 20 ദിവസത്തെ തജ്വീദ് പഠന ക്ലാസ്സിൽ സാക്കിന നൂനിന്റെ നിയമം, അതുപോലെ സാക്കിന മീമിന്റെ നിയമങ്ങൾ, അതുപോലെ ഷംസിയായ ഖബരിയായ അക്ഷരങ്ങളുടെ നിയമങ്ങൾ, അതുപോലെ റാഇന്റെ നിയമങ്ങൾ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമമാണ് മദ് എന്നുള്ളത്. മദ് നമുക്ക് എങ്ങനെയാണ് നീട്ടേണ്ടത് എന്നും അതിൽ എത്ര അളവാണ് നീട്ടേണ്ടത് എന്നും അതിന്റെ കാറ്റഗറി എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് മദ്ദിന്റെ സെക്ഷനിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 20 ദിവസത്തെ തജ്വീദ് പഠന ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. മാത്രമല്ല,
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 20 ദിവസത്തെ തജ്വീദ് പഠന ക്ലാസ്സിലൂടെ ഞാനെല്ലാം തികഞ്ഞു, ഇനിയൊന്നും എനിക്ക് ബാക്കിയില്ല എന്നാരും തെറ്റിദ്ധരിക്കരുത്. ആ ഒരു 20 ദിവസത്തെ ക്ലാസ് കഴിയുന്നതിലൂടെ നമുക്ക് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് എന്നുള്ളൊരു സൂചന, ഒരു ഭാഗവും കൂടി നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ക്ലാസ് എല്ലാ ദിവസവും വീഡിയോ റെക്കോർഡഡ് ക്ലാസ് ആണ്. എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള തജ്വീദ് ക്ലാസ്സിന്റെ ഗ്രൂപ്പിലേക്ക് അത് നിങ്ങൾക്ക് അയച്ചു തരും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അത് ക്ലാസ് നിങ്ങൾ ഓരോ ക്ലാസ്സിന്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം ഏതാണോ സമയത്ത് അത് കേൾക്കാം. ആ 7 മണിക്ക് തന്നെ നിർബന്ധമായിട്ടും കേൾക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് സമയമാണോ, കാരണം മുതിർന്നവരും കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും പഠിക്കാൻ ഉചിതമായ സമയം ഏതാണോ ആ ഒരു സമയം കണ്ടെത്തി നമ്മളത് പഠിക്കുകയും മാത്രമല്ല അത് നോട്ട് തയ്യാറാക്കുകയും ചെയ്യണം. പക്ഷെ ആരും നോട്ട് എഴുതി അയക്കൽ ആവശ്യമില്ല. നിങ്ങൾ ക്ലാസ്സിന്റെ വീഡിയോ കാണുക, മനസ്സിലാക്കുക, നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. മാത്രമല്ല ഓരോ ക്ലാസ്സിന്റെയും വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ആ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്കത് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അതിലൊന്നും യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടോ ഇല്ല. അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ശനി ഞായർ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല. ശനി ഞായറില്ല, തിങ്കൾ ടു ഫ്രൈഡേ, മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ ടു വെള്ളിയാണ് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം. ശനി ഞായർ നമുക്ക് അവധിയായിരിക്കും. അതുകൊണ്ട് ആഴ്ചയിൽ 5 ദിവസമാണ് ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം 7 മണിയാകുമ്പോൾ അയച്ചു തരിക. അത് നമ്മൾ നല്ലതുപോലെ ആ ക്ലാസ്സിന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാം. അതുപോലെ തന്നെ അതിന്റെ സൈഡിലായിട്ട് പറയുന്ന ഓരോ നിയമങ്ങളും ഉദാഹരണങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വൃത്തിയായി മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ 20 ദിവസത്തെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഒരു എക്സാം നടത്തും. ആ എക്സാമിൽ 90% മാർക്കോടുകൂടി പാസ്സാകുന്ന, അതേപോലെ പിന്നെ നമ്മളെ കുറച്ച് പേര് തുല്യമായ മാർക്ക് കിട്ടാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് അതിൽ നിന്നും നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്ത് അയാളെ ഫസ്റ്റ് ഒന്നാം സ്ഥാനക്കാരനായിട്ട് പ്രഖ്യാപിക്കുകയും അതിനുശേഷം വരുന്ന 10 പേർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്, അതൊക്കെ നമ്മൾ തുല്യമായ മാർക്കുകളിലൂടെയാണ് എല്ലാവരും വരുന്നത് എങ്കിൽ ഒരു നറുക്കെടുപ്പിലൂടെ ഒന്നാം സ്ഥാനക്കാരനെ, അതുപോലെ ശേഷം ഒരു 10 പേരെ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായിക്കൊണ്ടും ഇൻഷാ അള്ളാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മാനത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു. 10,000 രൂപയാണ് ഒന്നാം സ്ഥാനക്കാരന് ഇൻഷാ അള്ളാ കിട്ടുന്നത്. ആ 10,000 രൂപ ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണ മെഡലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, അതങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും ഒന്നാം സ്ഥാനക്കാരനക്ക് അത് തീരുമാനിക്കാം. ശേഷമുള്ള 10 പേർക്ക് പ്രോത്സാഹന സമ്മാനം. പക്ഷെ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് 10,000 രൂപ കിട്ടലോ അതല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനത്തിന് ഇതല്ല. അതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. ഈ ക്ലാസ് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അത് നല്ല രൂപത്തിൽ ഖുർആൻ മനസ്സിലാക്കി തെറ്റില്ലാതെ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് മാഷാ അല്ലാഹ് നിലവിൽ നമുക്ക് ഇത്രയും നാളുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ പറയുന്നത്. മാക്സിമം ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് നമുക്ക് ഈ ഒരു ഗ്യാരണ്ടി തരാൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ സാധാരണ ഒരു വീഡിയോ കാണുന്നത് പോലെ നമ്മൾ ഈ ഒരു ക്ലാസ്സിനെയും കണ്ടു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. നല്ല രൂപത്തിൽ അതിന് ഉപയോഗപ്പെടുത്തുക. തിയറി പഠിക്കുന്നത് പോലെ തന്നെ പ്രാക്ടിക്കലിലൂടെയും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഇമാം ജുസരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത് തജ്വീദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബായിട്ടുള്ള അൽ മുഖദ്ദിമത്തുൽ ജുസരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആൻ മല്ലം യുജവ്വിദിൽ ഖുർആന ആസിമു. ഖുർആൻ ഷരീഫ് ആരെങ്കിലും തജ്വീദ് അനുസരിച്ച് ഓതിയിട്ടില്ല എങ്കിൽ അവൻ പാപിയായി മാറും. അവൻ ആരായി മാറും? പാപിയായി മാറും. കാരണം ഖുർആന്റെ പാപിയായി മാറാനുള്ളതിന്റെ കാരണം പറയുന്നത് അക്ഷരങ്ങൾ തെറ്റിക്കുന്നതിലൂടെ, അതിന്റെ സിഫാത്തുകൾ തെറ്റിക്കുന്നതിലൂടെ, മഖ്റജുകൾ തെറ്റിക്കുന്നതിലൂടെ ഖുർആനിന്റെ അർത്ഥങ്ങൾക്കാണ് അവൻ എന്ത് ചെയ്യുന്നത്, വ്യത്യാസം വരുത്തുന്നത്.
ഖുർആന്റെ അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ അള്ളാഹു എന്താണോ ഖുർആനിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമായിരിക്കും എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ പഠിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ നമുക്ക് അൽഹംദുലില്ലാ വളരെ കുറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത്. ഇനിയും നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഈ വിവരം എത്തിക്കുകയും അവരെല്ലാവരെയും ഈ ഒരു തജ്വീദ് ക്ലാസ്സിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള പരിശ്രമം നിങ്ങളെല്ലാവരും ചെയ്യണം. ഉറപ്പായിട്ടും നമ്മളെ ദുന്യാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം രൂപത്തിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ദീൻ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മളൊരു കുറഞ്ഞ പൈസ ഏ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് 100 ചിന്തയാണ്, കൂടുതലാണല്ലോ, വളരെ പ്രയാസാണല്ലോ എന്നൊക്കെ. പക്ഷെ ഭൗതികപരമായ ഒരു കല്യാണം വന്നു, ഒരു ഉദാഹരണത്തിന് കല്യാണം വന്നു. നമ്മൾ കല്യാണത്തിനൊക്കെ ഡ്രസ്സ് ചുരുങ്ങിയത് എത്ര രൂപയുടെ ഡ്രസ്സ് എടുക്കും നമ്മൾ ഓരോരുത്തരും സ്വയം ഹൃദയത്തിൽ കൈവച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. അപ്പൊ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മള് ദുനിയാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ധാരാളം ചെലവഴിക്കാനുണ്ട്. പക്ഷേ ദീനിന്റെ വഴിയിൽ ചെലവഴിക്കുക, അതൊരു രൂപയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അത് നമുക്ക് നാളെ ഗുണം ചെയ്യും. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂൻ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ഒരാളുടെ മരണം ഒരാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്ന കാര്യം എന്താണ്? വലൻ യുഅഖിറ പിന്നെ ലൗല അഖറതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. എന്നെ ഒരു അല്പസമയം പിന്തിപ്പിക്കുകയാണെങ്കിൽ റബ്ബേ, ഫഅസ്സദ്ദഖ, മരിക്കാൻ കിടക്കുന്ന വ്യക്തി പറയുന്ന വാക്ക് എന്താണ്? ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ സദഖ ചെയ്യാം, പാവങ്ങൾക്ക് കൊടുക്കാം, അങ്ങനെ ഞാൻ സച്ചരിതരായ അടിമകളിൽ പെടാം. അപ്പോ ഇത്രമാത്രം ദീനിനു വേണ്ടി നമ്മളൊരു രൂപ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല. അവിടെ നമ്മൾ സ്കെയിൽ വെച്ച് അളന്നു മുറിക്കലല്ല ചെയ്യേണ്ടത്. ദീനിനു വേണ്ടി നമ്മൾ കൊടുക്കുകയും അതുപോലെ മറ്റു തര കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പാവപ്പെട്ടവരെ സഹായിക്കുക, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ദീൻ പറയപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റു തര പല ആളുകളും ഇന്ന് സാമ്പത്തികമായി നോക്കുകയാണ് എങ്കിൽ വളരെ എങ്ങനെയാണ് അത് സമ്പാദിക്കുന്നത് എന്നും അതിനെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലൊക്കെ വളരെ അശ്രദ്ധരാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഇവിടെ പറയാൻ കാരണം തജ്വീദ് ക്ലാസ്സിൽ നമ്മളൊരു ഫീസ് നിശ്ചയിക്കുമ്പോൾ അത് നിങ്ങളാരെയും പ്രയാസപ്പെടുത്താനും നിങ്ങളാരെയും കയറാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. അത് അതിൻ്റെതായിട്ടുള്ള ചില ചിലവുകൾക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയാണെങ്കിലും ദീനിനു വേണ്ടിയിട്ടാകുമ്പോൾ അതൊരു നഷ്ടമല്ല. മാത്രമല്ല നമുക്ക് അൽഹംദുലില്ലാ നല്ലതുപോലെ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ളവരെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകണം. എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരോടും പറയാനുള്ളത്, ക്ലാസ് ഇൻഷാ അള്ളാ എളുപ്പമായിരിക്കും. ആ രൂപത്തിൽ തന്നെ ആയിരിക്കും. 20 ദിവസം കഴിഞ്ഞാൽ നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമും ഇത്രയും രൂപയുടെ ഒരു സമ്മാനം നിങ്ങൾക്ക് നിശ്ചയിക്കുമ്പോൾ അത് കിട്ടാതിരിക്കാനും വേണ്ടിയിട്ട് വളരെ പ്രയാസകരമായ രൂപത്തിൽ, ബുദ്ധിമുട്ടുന്ന രൂപത്തിൽ നമ്മൾ എക്സാം നടത്താം. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അങ്ങനെ ആരും വിചാരിക്കേണ്ട. എക്സാം ഏത് രൂപത്തിലാണെങ്കിലും നമ്മളത് വളരെ നല്ല രൂപത്തിൽ തന്നെ അല്ല, എങ്ങനെയാണോ പഠിച്ച ഒരാൾക്ക് ക്ലാസ്സിന്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് എളുപ്പമായിരിക്കും. പഠിക്കാത്ത ഒരാൾക്ക് നമ്മൾ എത്ര എളുപ്പത്തിൽ ചോദ്യം ഇട്ട് കഴിഞ്ഞാലും അത് പ്രയാസം തന്നെ ആയിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എളുപ്പമുള്ള രൂപത്തിൽ എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ഇടാൻ കഴിയും? അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുകയും പരിശുദ്ധമായ ഖുർആൻ നല്ല രൂപത്തിൽ തന്നെ ഓതാനുള്ള പരിശ്രമം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നല്ല രൂപത്തിൽ തന്നെ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ ഒരു സൂം ക്ലാസ്സിന്റെ ലൈവ് അവസാനിക്കുന്നതോടുകൂടി തജ്വീദ് ക്ലാസ്സിന്റെ അഡ്മിഷൻ എടുത്ത ഗ്രൂപ്പിലേക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുവാനും ആ ഖുർആനിലൂടെ അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ആ ഒരു അവസ്ഥയിലായി
അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അപകട മരണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, മാറാ രോഗങ്ങളിൽ നിന്നും, വെട്ടിക്കീറി മുറിക്കുന്ന അവസ്ഥകളിൽ നിന്നും, അതുപോലെ ആരും ഇഷ്ടപ്പെടാത്ത മരണങ്ങളിൽ നിന്നുമെല്ലാം, എല്ലാ താങ്ങാൻ കഴിയാത്ത എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും സംരക്ഷിക്കുമാറാകട്ടെ. നല്ല മരണം നൽകുകയും ഈമാനോടുകൂടി ജീവിച്ച് അവസാന അവസാന പദം കലിമത്തു ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നശ്വരമായ ദുനിയാവിൽ നിന്നും കലാകാലം എക്കാലവും നീണ്ടു നിൽക്കുന്ന അനന്തമായി കിടക്കുന്ന അള്ളാഹുവിൻ്റെ ആഖിറത്തിലേക്ക് മടങ്ങാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.